ഇതിന് ചെറിയൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ഈ ഇത് പച്ചണ്ടി കീറിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു കറയുണ്ടാവും. അത് കയ്യിൽ പറ്റിയാണെങ്കിൽ പെട്ടെന്ന് അത് എണ്ണ ഇട്ടിട്ട് തുടച്ചു കളയുക. അത് അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് കീറിയെടുക്കുക. അപ്പൊ അത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തും കുറച്ച് കറയുണ്ടാവും. അത് പോകുന്നതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ എടുത്താൽ മതി അല്ലേ? എത്ര സമയം ഇട്ടേക്കണം? ഒരു 2 മിനിറ്റ്. ഇല്ല, 2 മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കി എടുത്താൽ മതി. അത്രയും മതി. ചൂടുവെള്ളത്തിൽ മുക്കി അങ്ങ് എടുത്താൽ മതി. അതിന്റെ കറയൊക്കെ മാറി കിട്ടും. ഇനി ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിപ്പോ എത്ര ഗ്രാം ഉണ്ടാവും? ഇതൊരു 150 ഗ്രാം വരും. 150 ഗ്രാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടി പറയാം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, കോക്കനട്ട് ഓയിൽ അല്ലേ? ഓയിൽ, എന്ത് ഓയിലായാലും ഞാൻ ഉപയോഗിച്ചിരുന്ന കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ രുചിയാണ്. മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നാവില് ഈ എന്താണ് വെള്ളം ഊറാൻ തുടങ്ങി. അപ്പൊ എന്തായാലും ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് കടുക് താളിക്കുന്നു. കടുക് മാത്രം പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 2 സവാള ചോപ്പ് ചെയ്ത് അതിന്റെ കൂടെ ഇഞ്ചി, ഗാർലിക് ആദ്യം ഗാർലിക് ആണ് ചേർത്തത്. ഒരു 10 അല്ലി ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അല്ലേ? 10 അല്ലി. ഒരു 2 ടീസ്പൂൺ ചോപ്പ് ചെയ്താണെങ്കിൽ 2 ടീസ്പൂൺ ഗാർലിക്. അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ കറിവേപ്പില ഇട്ടു. ഒന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് പച്ചമുളകും ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി. അതിനുശേഷം പിന്നെ അത് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ മസാലപ്പൊടികൾ ചേർത്തു. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് പിന്നെ ഇതും ചേർത്തതിന് ശേഷം നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഒരു മസാലയായി വരുന്ന സമയത്ത് നമ്മൾ ഈ കീറി വെച്ച പച്ചണ്ടിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഒരു 150 ഗ്രാം അല്ലേ? ഒരു 150 ഗ്രാം. റെഡിയാണ്, നമ്മുടെ വിഭവം റെഡിയാണ്. സുഗന്ധവും വരുന്നുണ്ട്. സായിപ്പന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ നാവിലും വെള്ളം ഊറുന്നുണ്ടാവും. അവർ പിന്നെ മസിൽ പിടിച്ചിരുന്ന് കഴിക്കുകയാണ്. ഇത് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. സാർ ഒന്ന് വരൂ സാർ. നമുക്കൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം വളരെ നമ്മൾ ഈ കുക്കിംഗ് ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ വളരെ ഇൻട്രസ്റ്റോട് കൂടി ഈ സൈഡിൽ നിന്ന് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ടേസ്റ്റ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. സാറിന്റെ പേര്? ഗോപു. എവിടെ വർക്ക് ചെയ്യുന്നു? കൊല്ലത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഗോപകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തോട് ചോദിക്കാം ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. സത്യസന്ധമായിട്ട് ഓക്കെ. അപ്പൊ ഗോപകുമാർ സാറിന് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ അത് ടേസ്റ്റ് ചെയ്തതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ സകല നിയന്ത്രണം വിട്ടുകഴിഞ്ഞു. ഇനി ഇത് ടേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. സാറിനെങ്ങനെ തോന്നുന്നു? കുഴപ്പമില്ലല്ലോ, കാരണം പുതിയ ഡിഷാണത്. പണ്ടൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയല്ലോ, ഇപ്പൊ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ട്. സാർ ഒരിക്കലും ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. ചോദിക്കണം. കാരണം ഇത് 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാള് അമ്മ ഉണ്ടാക്കി തന്ന ആ രുചി നമുക്ക് പകർന്നു വരുമ്പോഴത്തേക്ക് അതിനകത്ത് യാതൊരു കുറവും വരില്ല. ഇല്ല, ഉറപ്പാണ്. മാത്രമല്ല ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിൽ ഏത് വീട്ടിലും ചെയ്യാം, പാവപ്പെട്ടവർക്കും ചെയ്യാം. ഈ അണ്ടിയൊക്കെ എല്ലായിടത്തും കിട്ടും സുലഭമായിട്ട് അല്ലേ? സീസൺ സമയത്ത് കൊണ്ടുവന്ന് കീറുക, ഉണ്ടാക്കുക. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഒരു ചെറിയ ബ്രേക്ക്.